ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ പ്രോഡക്റ്റാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഷാമിയുടെ പോർട്ടബിൾ ഇലക്ട്രിക്കൽ ടയർ ഇൻഫ്ലേറ്റർ. ഞങ്ങളിത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. 2993 റുപ്പീസാണ് ഞങ്ങൾക്കിത് കോസ്റ്റ് ആയത്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഈ ബോക്സിൻ്റെ പുറത്ത് വന്നിട്ട് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ പ്രഷർ ഡിസ്പ്ലേ, പ്രീസെറ്റ് പ്രഷർ, ടൈപ്പ് സി ചാർജിങ് പോർട്ടാണ് ആൻഡ് 2000 mAh ബിൽറ്റ് ഇൻ ലിഥിയം ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു പോർട്ടബിൾ ടയർ ഇൻഫ്ലേറ്റർ എന്ന് പറഞ്ഞാൽ ഷവോമിയുടെ ഇലക്ട്രിക് എയർ കംപ്രസർ 1S മോഡലാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ടയർ ഇൻഫ്ലേറ്റർ എങ്ങനെയാണുള്ളതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ ഷവോമിയുടെ പോർട്ടബിൾ ഇലക്ട്രിക് എയർ കംപ്രസർ. ബ്ലാക്ക് ഇൻ കളറാണ്, നല്ല ബിൽറ്റ് ക്വാളിറ്റിയാണ്. 400 ഗ്രാംസോളം വെയിറ്റ് വരുന്നുണ്ട്. ആൻഡ് സാധാരണ നമ്മൾ ഏതൊരു ഐറ്റം വാങ്ങിച്ചിട്ട് യൂസർ മാനുവൽ കിട്ടിക്കഴിഞ്ഞാലും നോക്കാറില്ല, വലിച്ചെറിയാലാണ് പതിവ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളോട് പറയുകയാണ്, ഇത് വാങ്ങിച്ച് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ ഉറപ്പായിട്ടും ഇതിൻ്റെ യൂസർ മാനുവൽ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. ഇതിൽ ഒരുപാട് വാർണിംഗ്, സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓവറോൾ പ്രോഡക്റ്റ് യൂണിറ്റ് ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും യൂസർ മാനുവൽ നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. പിന്നെ നമുക്കിതിൻ്റെ കൂടെ തന്നിരിക്കുന്നത് ഒരു സ്റ്റോറേജ് പൗച്ചാണ്. അത് ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നുമില്ല കേട്ടോ, ഒരു ബേസിക് പ്രോഡക്റ്റാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് ഈ ഒരു എയർ കംപ്രഷർ ക്യാരി ചെയ്യാനും കൊണ്ടുപോകാനും ഒക്കെ പറ്റും. പിന്നെ ഇതിൻ്റെ കൂടെ സൈക്കിൾസിലൊക്കെ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്റ്റോ വോൾവ് അഡാപ്റ്ററും ഫുട്ബോൾസിലും ബാസ്കറ്റ് ബോൾസിലൊക്കെ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നീഡിൽ വോൾവ് അഡാപ്റ്ററും കൂടെ തന്നിട്ടുണ്ട്. ഈ എയർ കംപ്രഷൻ്റെ ചാർജിങ് യൂണിറ്റ് വന്നിട്ട് ഒരു ടൈപ്പ് സി ഫാസ്റ്റ് ചാർജിങ് പോർട്ടാണ് തന്നിരിക്കുന്ന. USB കേബിൾ വന്നിട്ട് നമുക്ക് നോർമൽ നമ്മുടെ ഫോണിൻ്റെ ഒക്കെ അഡാപ്റ്ററിൽ കണക്ട് ചെയ്തിട്ട് ചാർജ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ എയർ കംപ്രസറിൻ്റെ ഓപ്പറേഷൻസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ വന്നിട്ട് ഒരു LED വാർണിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ക്രോം ക്ലാഡിങ്ങുള്ള പാർട്ടാണ് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ടയറിൽ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു പാർട്ട് റിമൂവ് ചെയ്യുമ്പോൾ തന്നെ ഡിജിറ്റൽ ഡിസ്പ്ലേ ഓൺ ആവും. ഈ ഒരു എയർ കംപ്രസറിൻ്റെ കൺട്രോൾ യൂണിറ്റിൽ വന്നിട്ട് മെയിനായിട്ട് 5 ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററിലുള്ള ബട്ടൺ വന്നിട്ട് എയർ ഫില്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും ഉള്ളതാണ്. പിന്നെ ഒരു പ്ലസ് ഓർ മൈനസ് ബട്ടൺ ഉണ്ട്. ഇത് നമുക്ക് പ്രഷർ മാനുവലി കൂട്ടാനും കുറക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ റൈറ്റ് സൈഡിലാണ് മോഡ് സെലക്ഷൻ ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 5 ഇൻഫ്ലേഷൻ മോഡ്സ് ആണുള്ളത്. ബൈ ഡിഫോൾട്ടായിട്ട് ഇത് മാനുവൽ മോഡിലായിരിക്കും. പിന്നെ നമ്മൾ മോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇത് ബൈസൈക്കിൾ മോഡ്, മോട്ടോർ സൈക്കിൾ മോഡ്, കാർ മോഡ്, ബോൾ മോഡ് ഇങ്ങനെ മാറും. മാറുന്ന ഓരോ മോഡും നമുക്ക് ഡിജിറ്റൽ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നതാണ്. ഇതിൽ കൊടുത്തിരിക്കുന്ന ഓരോ മോഡിനും ബൈ ഡിഫോൾട്ടായിട്ടുള്ള ഇതിൽ പ്രഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കത് ആവശ്യമാണെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു എയർ കംപ്രസറിൻ്റെ നൈറ്റ് യൂസേജ് കംഫർട്ടബിൾ ആക്കുന്ന ഇൻബിൽറ്റ് LED ലൈറ്റിൻ്റെ ബട്ടൺ കൊടുത്തിട്ടുള്ളത്. ഈ സെയിം ലൈറ്റ് തന്നെയാണ് നമ്മുടെ വാർണിംഗ് ലൈറ്റും. ഓട്ടോമാറ്റിക്കലി ഈ ലൈറ്റ് ഓൺ ആവുന്നുണ്ടെങ്കിൽ അതൊരു വാർണിംഗ് സിഗ്നലാണ്. അല്ലാതെ നമ്മൾ രാത്രിയിലൊക്കെ എയർ കംപ്രസർ യൂസ് ചെയ്യുമ്പം ഈ ഒരു ഇൻബിൽറ്റ് LED ലൈറ്റ് നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഇനി നമുക്ക് ഈ പ്രസ്റ്റോ വോൾവ് അഡാപ്റ്ററും നീഡിൽ വോൾവ് അഡാപ്റ്ററും ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രസ്റ്റോ വോൾവ് അഡാപ്റ്റർ വന്നിട്ട് സൈക്കിൾസിനാണ് യൂസ് ചെയ്യുന്നത്. ചില സൈക്കിൾസിനൊക്കെ ഈ പ്രസ്റ്റോ വോൾവ് അഡാപ്റ്ററിൻ്റെ ആവശ്യം വരുന്നില്ല. ഡയറക്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കൊരു ട്രയൽ സെഷൻ നോക്കാം. നമ്മുടെ സൈക്കിളിലും ബൈക്കിലും കാറിലൊക്കെ ഇതൊന്ന് കണക്ട് ചെയ്ത് എയർ ഫില്ല് ചെയ്തിട്ട് ഇതിൻ്റെ വർക്കിംഗ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞങ്ങളുടെ സൈക്കിളിന് എയർ ഫില്ല് ചെയ്യാൻ ആക്ച്വലി ആ പ്രസ്റ്റോ വോൾവ് അഡാപ്റ്ററിൻ്റെ ആവശ്യം വന്നില്ല. ഇതിൽ കൊടുത്തിരിക്കുന്ന വാൾവ് തന്നെ അതിന് കറക്റ്റ് ഫിറ്റിംഗ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, എന്നാലും ഒന്നും കൂടെ പറയാം. നമ്മൾ ഓരോ മോഡിനും ബൈ ഡിഫോൾട്ടായിട്ട് ഇതിൽ പ്രഷർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൽ സെറ്റ് ചെയ്ത പ്രഷർ തന്നെ ആയിരിക്കണം എന്നില്ല നമ്മുടെ ടയറിന് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത വാല്യൂ റീച്ച് ചെയ്യുമ്പം ഈ എയർ കംപ്രസർ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതൊരു നല്ല ഫീച്ചറാണ്. ഈ ഒരു എയർ കംപ്രസറിൻ്റെ മാക്സിമം പ്രഷർ വന്നിട്ട് 150 PSI ആണ്, അതായത് പൗണ്ട് പെർ സ്ക്വയർ ഇഞ്ച്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൾട്ടിപ്പിൾ ആംഗിൾ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഏത് ആംഗിളിൽ വെച്ചിട്ടും നമുക്ക് എയർ ഫില്ല് ചെയ്യാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്, ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. അപ്പം നമ്മൾ ഒറ്റയ്ക്കൊക്കെ എവിടെയെങ്കിലും ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് ടയർ പഞ്ചറൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മളൊന്ന് പാനിക് ആവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്തിട്ടൊന്ന് എയർ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അടുത്തുള്ള പഞ്ചർ ഷോപ്പ് വരെ എത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അതെനിക്ക് വളരെ യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ഒരു പേടിയില്ലാതെ വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പോർട്ടബിളാണ്, എല്ലാം കൊണ്ടും നല്ലൊരു പ്രൊഡക്റ്റാണ്. ഈ എയർ കംപ്രസർ കിട്ടുമ്പോൾ അതിലുണ്ടായിരുന്ന ചാർജ് വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സൈക്കിളും ബൈക്കും കാറും എയർ ഫില്ല് ചെയ്തത്. പക്ഷേ കാറിൽ ഫില്ല് ചെയ്യുമ്പോൾ ഏകദേശം പകുതി ആയപ്പോൾ തന്നെ ഓറഞ്ച് ലൈറ്റ് കത്താൻ തുടങ്ങി. അതായത് നമുക്കിത് ബാറ്ററി കുറഞ്ഞു, ചാർജ് ചെയ്യാനുള്ള ടൈമായി എന്നുള്ള ഇൻഡിക്കേഷനാണ്.
ഈ ടയർ ഇൻഫ്ലേറ്റർ ഞങ്ങളിപ്പം കാറിലും ബൈക്കിലും സൈക്കിളിലും ഒക്കെ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിടത്തോളം നല്ല അഭിപ്രായമാണ്. ആൻഡ് ഇതിൻ്റെ ലാസ്റ്റിങ്ങിനെ കുറിച്ച് നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കുറച്ച് കാലം നമ്മൾ യൂസ് ചെയ്താലല്ലേ പറയാൻ പറ്റുള്ളൂ. ബട്ട് ആസ് ഓഫ് നൗ ഇതൊരു ഹൈലി റെക്കമെൻഡബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ആൻഡ് ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.